ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നിറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. സമയം ഇപ്പോൾ രാത്രി 8 മണിയായിട്ടുണ്ട്. എനിക്ക് കുറച്ച് വർക്കും പിന്നെ അതുപോലെ തന്നെ ഒരു മിഡ് നൈറ്റ് ഡെലിവറിയും കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വാളറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ക്രിക്കറ്റിൻ്റെ സ്റ്റിക്കേഴ്സ് അവരുടെ നെയിം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതൊക്കെ ഡിസൈൻ സ്പേസിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഡെലിവറി ചെയ്യാനുള്ള ഓർഡർ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേഗം പോയിട്ട് കൊണ്ടുകൊടുത്താൽ മാത്രം മതി. പിന്നെ കുറച്ച് സമയമുണ്ടല്ലോ അതിനിടയിൽ, അപ്പോൾ ഞാൻ കുറച്ച് വർക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഡെലിവറി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ നെയിംസും ഞാൻ ഡിസൈൻ സ്പേസിൽ എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫോണിലുള്ള ഫോട്ടോസ് ഞാൻ ഇമെയിൽ ത്രൂ ലാപ്പിലോട്ടേക്ക് സെൻഡ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ചാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേർഡിലോട്ടേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാം നമുക്ക് സൈസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വേർഡിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഡിറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ സൈസൊക്കെ അനുസരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. PDF ആക്കിയിട്ട് ഞാൻ പ്രിൻറ്റ് ചെയ്യാണ് ചെയ്യുക. പ്രിൻറ്റിങ് നമുക്ക് പിന്നെ ചെയ്യാം. ഇത് നമുക്ക് വാളറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള നെയിമൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ച് മിനി ഫ്രെയിംസിൻ്റെ ഓർഡർ ഉണ്ട്. ഒരു ഹാമ്പറിൽ തന്നെ 3 മിനി ഫ്രെയിമും പിന്നെ വേറെ ഒരു ഹാമ്പറിൽ 1 മിനി ഫ്രെയിമും. മിനി ഫ്രെയിമിൻ്റെ ഓർഡേഴ്സ് ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ചെയ്ത് വെച്ചിട്ടുള്ള മിനി ഫ്രെയിംസ് വരുന്നത്. പിന്നെ നാളെ കൊടുക്കാനുള്ള ഒരു ഓർഡറിൻ്റെ ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു, അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് വരുന്നത് ഒരു സൺസ്ക്രീനാണ് കേട്ടോ. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സൺസ്ക്രീന് അവർ തന്നെ ആമസോണിൽ റേറ്റൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുള്ളതാണ്. ഞാനിവിടുന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇതും നമുക്ക് ഒരു ഹാമ്പറിൽ വെച്ച് കൊടുക്കണം. ഇനി ആ ഒരു ഹാമ്പറിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. 3 മിനി ഫ്രെയിം, പിന്നെ അതുപോലെ കുറച്ച് ചോക്ലേറ്റ്, പിന്നെ ഈ ഒരു സൺസ്ക്രീന്, പിന്നെ സിമ്പിൾ കാർഡ്. ഇതൊക്കെയാണ് ആ ഒരു ഹാമ്പറിൽ വരുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഞാനൊക്കെ എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഞാനൊരു ട്രാൻസ്പെറൻറ്റ് കവറിലിട്ടിട്ട് പാക്ക് ചെയ്യും കേട്ടോ ചോക്ലേറ്റ്. എങ്ങാനും അലിഞ്ഞു പോകുമോ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അലിഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല, കാരണം ഞാൻ തന്നെയാണ് പോയിട്ട് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതിൽ വലിയ കേടുപാടുകളൊന്നും വരില്ല. നമ്മൾ കൊറിയർ ചെയ്യുമ്പോഴാണല്ലോ എന്തെങ്കിലും കേടുപാടുകൾ വരിക. നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ടേക്ക് കെയർ ചെയ്യുമല്ലോ. അപ്പോൾ ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് നാളെയാണ് ഡെലിവറി ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കുന്നില്ല, കാരണം ഇപ്പോൾ സൺലൈറ്റ് ഇല്ലല്ലോ. സൺലൈറ്റിലാകുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചറൊക്കെ കിട്ടും. അപ്പോൾ മോർണിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഇതുപോലെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചാൽ മോർണിംഗ് ജസ്റ്റ് ഫോട്ടോ വീഡിയോ എടുക്കും മാത്രം മതിയല്ലോ. ഒരു ഗിഫ്റ്റ് ബാഗിലാണ് കസ്റ്റമർ പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാഗിൽ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്കാണ് കേട്ടോ എൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ, വിനൈൽ സ്റ്റിക്കേഴ്സൊക്കെ സൂക്ഷിച്ച് വെക്കാറുള്ളത്. വിനൈൽ സ്റ്റിക്കറെല്ലാം കഴിയാനായി. ആകെ 2, 3, 4 മാത്രം ബാക്കിയുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇനിയും കുറച്ച് വാളറ്റിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെയിം സ്ട്രാപ്പിന് വേണ്ടിയിട്ട് നെയിമും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇവിടുന്ന് കട്ട് ചെയ്യട്ടെ. ഇതാണ് കേട്ടോ വാളറ്റിൻ്റെ നെയിം കട്ട് ചെയ്യുന്നത്. അയണോണിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വിനൈലിൽ കുറച്ച് എനിക്ക് സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്യാനുണ്ട്. അതും ഞാനിവിടെ കട്ട് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡെലിവറി ഉണ്ട്. രാത്രി പോയിട്ട് ഡെലിവറി ചെയ്യണം. മിഡ് നൈറ്റ് ഡെലിവറിയാണ് കേട്ടോ. യൂഷ്വലി ഞാൻ ഇവിടുത്തെ 10:30 ആണ് ഡെലിവറി ചെയ്യാൻ പോവുക. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു 11, 11:30 ആ ഒരു ടൈം ആവും. കറാമയും ദേറയൊക്കെ ആണെങ്കിൽ ബ്ലോക്കിൽ പെട്ടിട്ട് എന്തായാലും 1 hour 1.5 hours ഒക്കെ ആവും. അപ്പോൾ ഇതാ സമയം ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഞാൻ ഡെലിവറി ചെയ്യാൻ പോവാണ്. ഈ ഒരു ഐറ്റമാണ് കേട്ടോ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. കാറിലെല്ലാം സെറ്റ് ചെയ്തു, അവിടത്തേക്ക് പോവുകയാണ്. കറാമയാണ് ലൊക്കേഷൻ വരുന്നത്. കസ്റ്റമറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ആ ലൊക്കേഷനിൽ തന്നെ ഉണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തി ആഫ്റ്റർ ദാറ്റ് അവിടത്തേക്ക് പോവുകയാണ്.
അടുത്തുള്ള ഓർഡേഴ്സൊക്കെ ആണ് കേട്ടോ ഞാനിങ്ങനെ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നത്. അല്ലെങ്കിൽ യൂഷ്വലി എല്ലാം കൊറിയറാണ് ചെയ്യുക. അബുദാബി പിന്നെ അതുപോലെ തന്നെ ഷാർജയിൽ കുറച്ച് ഉള്ളോട്ടുള്ള ഭാഗങ്ങളൊക്കെ കൊറിയറാണ് ചെയ്യുക. അവരുടെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്, അവരെ വിളിച്ചിട്ടുണ്ട്. ഇനി അവർ വന്നു കഴിഞ്ഞാൽ പോയി കൊടുക്കണം. അൽഹംദുലില്ലാ അവർക്ക് കൊടുത്തു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് റിട്ടേൺ ആണ്. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.